ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രഷർ കുക്കർ ബിരിയാണിയാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റിലുള്ള ഈ ബിരിയാണി ചോറക്കൊന്നും വെന്തു പോകാതെ തമ്മിലൊട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുക്കറിൽ വേവിക്കുമ്പോൾ വെന്ത് അവിഞ്ഞു പോകുന്നുള്ള പേടിയാണ് എല്ലാവർക്കും. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് അടിയിൽ കരിഞ്ഞൊന്നും പിടിക്കാതെ കറക്റ്റ് പാകത്തിൽ നമുക്ക് കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. കറക്റ്റ് അളവിലുള്ള വെള്ളമൊക്കെ ചേർക്കുകയാണെങ്കിൽ കുക്കറിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ദം ചെയ്യുന്ന ബിരിയാണി പോലത്തെ ബിരിയാണി തന്നെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അളവിലുള്ള അരി കൊണ്ടാണ് ഞാൻ കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ 2 കപ്പ് അളവിൽ ബസ്മതി റൈസ് ഞാൻ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ച് നല്ലതുപോലെ 3-4 പ്രാവശ്യം കൈകൊണ്ട് തിരുമ്മി കുഴച്ച് കഴുകണം. ഇതിലേക്ക് നന്നായിട്ട് മരുന്നടിച്ച് വരുന്നതാണ്, അതുകൊണ്ട് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് വെള്ളം കളഞ്ഞെടുക്കണം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഗീ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാട്ടോ. ഇതിലേക്ക് കുറച്ച് ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1 കഷ്ണം പട്ട, 4 ഏലക്കായ, പിന്നെ 4 ഗ്രാമ്പുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ നനവെല്ലാം മാറി നല്ലതുപോലെ പൊട്ടി തുടങ്ങുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യണം. മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യാം. ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പെടുത്തുകയും ചെയ്യുക. ഇപ്പോൾ അരിയുടെ നനവെല്ലാം മാറി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. 8-10 മിനിറ്റ് എടുക്കും കേട്ടോ ഇതുപോലെ ആവാനായിട്ട്. പൊട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വയ്ക്കാം. അത്രയും ഫ്രൈ ചെയ്താൽ മതിയാകും. ഇനി നമ്മൾക്ക് കുക്കർ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർക്കുക. 1 ടേബിൾ സ്പൂൺ തന്നെ വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഡാൽഡ ചേർക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഗീക്ക് പകരം ഡാൽഡ ചേർത്താലും മതിയാകും. ഗീയും എണ്ണയും നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ 2 ചെറിയ ബേ ലീഫ് ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. ഇനി 8-10 ഉലുവയും കൂടി ഇതിലേക്ക് ചേർത്ത് ചൂടായി തുടങ്ങുമ്പോൾ ഓൾ സ്പൈസസ് ചേർക്കാം. ഞാൻ ഇതിലേക്ക് വലിയ ജീരകം, കുരുമുളക്, 2 കഷ്ണം പട്ട, 1 കഷ്ണം ജാതിപത്രി, ഗ്രാമ്പൂ, ഏലക്കായ, ഇത്രയും ഓൾ സ്പൈസസ് ആണ് ഞാൻ ചേർക്കുന്നത്. സ്പൈസസ് എല്ലാം ചൂടായി കഴിയുമ്പോൾ ഒരു വലിയ സവാള സ്ലൈസ് ചെയ്ത് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. ഞാനൊരു വലിയ സവാള ചേർത്ത് നല്ലതുപോലെ സോട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള 2 തക്കാളി സ്ലൈസ് ചെയ്തത് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് കുഴഞ്ഞു വരുന്ന പരുവമാകുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടി ഇതോടൊപ്പം ചേർത്താൽ രണ്ടും ഒരേപോലെ കുക്കായി കിട്ടും. ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 2 പിഞ്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ മുഴുവൻ കുരുമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുരുമുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുത്ത് തക്കാളിയൊക്കെ നല്ല കുഴഞ്ഞ പരുവമാകുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഈ മസാലയും ഇതോടൊപ്പം പാകത്തിന് കുക്കായി കിട്ടും. ഇപ്പോൾ തക്കാളിയും മസാലയും എല്ലാം നല്ലതുപോലെ കുക്കായിട്ടുണ്ട്, നല്ല കുഴഞ്ഞ പരുവായിട്ടുണ്ട്. ഇനി 1 ഇഞ്ച് നീളത്തിൽ 3 കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർക്കാം. 20-25 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. 3 വലിയ പച്ചമുളക് അറ്റം പിളർന്നതും കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മീഡിയം ഹീറ്റിൽ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ കുക്കാവുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ കുക്കായ മണമൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് അളവിൽ മല്ലിയിലയാണ്. അത് ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പുതിന ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. പുതിന ഇല കുറച്ച് ചേർത്താൽ മതിയാകും.
മല്ലിയിലയാണ് കുറച്ച് കൂടുതൽ ചേർക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ പുളിക്കാത്ത തൈര് ചേർത്ത് കൊടുക്കാം. നേരിയ ചൂടുള്ള പാലിൽ ഉറ കൂട്ടി 5-6 മണിക്കൂർ വെച്ചാൽ നല്ല പുളിക്കാത്ത തൈര് നമുക്ക് കിട്ടും. ഞാൻ അതുപോലെ ഉറ കൂട്ടി വെച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത തൈരാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ബീഫ് ചേർക്കാം. ഞാൻ 600 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് ഈ മസാലയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുക്കർ ബിരിയാണിക്ക് ബീഫ് ചേർക്കുന്നതാണ് നല്ലത്. ചിക്കനൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വെന്തുടഞ്ഞു പോകും. ബീഫാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് പാകത്തിൽ വെന്ത് കിട്ടും. ഇപ്പോൾ ബീഫൊക്കെ നല്ലതുപോലെ മസാലയുമായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ബ്രാൻഡിലെ മസാലയാണെങ്കിലും ചേർക്കാം. അവരവരുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള മസാലപ്പൊടി ചൂസ് ചെയ്ത് ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫുമായി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സവാള സ്ലൈസ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തതാണ്. അത് ആ എണ്ണയോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത് ഡയറക്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനൊരു മീഡിയം സവാള ഫ്രൈ ചെയ്തും കൂടി ചേർത്തിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്തപ്പോൾ ബാക്കി വന്ന എണ്ണയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല മണവും നല്ല രുചിയുമായിരിക്കും. ഇങ്ങനെ ഫ്രൈ ചെയ്ത സവാള ചേർത്ത് അതിൻ്റെ എണ്ണയും കൂടി ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കുക്ക് ചെയ്താൽ നല്ലൊരു മസാലയായിരിക്കും കിട്ടുന്നത്. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഒട്ടും പുളിക്കാത്ത തൈരായതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ ചേർത്താൽ മതിയാകും. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ബീഫൊക്കെ ഒന്ന് നല്ലതുപോലെ വേകണമല്ലോ, അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ബീഫിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങി വരും, അതുകൊണ്ടാണ് 1/4 കപ്പ് ചേർത്തത്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായി ക്രഷ് ചെയ്തത് 1/4 കപ്പ് ചേർക്കണം. ഈ സമയത്ത് പൈനാപ്പിൾ ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു ടീസ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്തത്. പൈനാപ്പിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് 1/4 കപ്പ് അളവിൽ പൈനാപ്പിൾ ചേർക്കുക. ഇനി കുക്കർ അടച്ച് ഈ ബീഫ് 1/4 വേവോളം വേവിച്ചെടുക്കുക. അത് നിങ്ങൾ എങ്ങനെയാണ് വേവിക്കുന്നത് അതനുസരിച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ ബീഫൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി വെന്തുടഞ്ഞു പോകരുത്. നമ്മളിനി വീണ്ടും അരി ചേർത്ത് വേവിക്കാനുള്ളതാണ്. ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് 6-7 കശുവണ്ടി കുതിർത്തിയതും 1 ടീസ്പൂൺ വെള്ള കസ്കസും പിന്നെ 1 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും കൂടി നല്ലതുപോലെ അരച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 കപ്പോളം ഉണ്ടാവും. ഇത് ചേർത്താൽ ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, നല്ല മണവുമായിരിക്കും. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് തിളപ്പിക്കാം. നല്ലതുപോലെ തിളച്ച് കുറുകണം. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. എന്നാലും കുറച്ച് ഗ്രേവി ഉള്ള ടൈപ്പാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിനി അരി ചേർക്കുമ്പോൾ വെള്ളം ഒഴിക്കുന്നതാണ് കറക്റ്റായിട്ട് ചേർക്കേണ്ടത്. പാനിൽ വേവിക്കുമ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. കുക്കറിലാകുമ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ചേർത്താൽ മതിയാകും. പക്ഷേ ഇവിടെ കുറച്ച് ഗ്രേവി ഉള്ളതുകൊണ്ട് നമുക്ക് അരി ഇട്ടതിന് ശേഷം എത്രമാത്രം വെള്ളം ഒഴിക്കണമെന്ന് നമുക്ക് നോക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും നല്ല തിളച്ച ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത്. അപ്പം ഞാൻ ഫ്രൈ ചെയ്ത അരി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരി ചേർത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. മീതെ ഒന്ന് നല്ലതുപോലെ ഒരു സ്പൂൺ കൊണ്ട് ലെവൽ ചെയ്ത് കൊടുക്കണം. മസാലയുമായിട്ട് അരി മിക്സ് ചെയ്യാൻ പാടില്ല. വെറുതെ നമ്മൾ മീതയിലേക്ക് അരി ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നല്ല തിളച്ച ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ അരിക്ക് മീതെ 1 ഇഞ്ച് കനത്തിൽ വരത്തക്ക വിധം വെള്ളം ഒഴിക്കാം. 1 കപ്പിന് 1.5 കപ്പ് വീതമാണ് ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നത്. അപ്പോൾ ഒഴിച്ചു വന്നപ്പോഴേക്കും
കുറച്ച് വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. ഏകദേശം അരക്കപ്പോളം വെള്ളം ബാക്കിയുണ്ട്. മസാലയിലെ ഗ്രേവി ഏകദേശം അരക്കപ്പോളം ഉണ്ടായിട്ടുണ്ടാവും. അതാണ് നമുക്ക് ഫുള്ള് വെള്ളം ഒഴിക്കാൻ വേണ്ടി വരാഞ്ഞത്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മല്ലിയിലയും 1-2 പുതിനയും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കുക. പിന്നെ 2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വേവിക്കുക. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം സ്റ്റീമെല്ലാം കളഞ്ഞ് നമുക്ക് തുറക്കാം. ഇപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞ് 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തുറന്ന് നോക്കിയാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കുക്കറിൻ്റെ വലിപ്പം അനുസരിച്ച് ഇതിൻ്റെ ടൈമിങ്ങും വ്യത്യാസം ഉണ്ടാകും കേട്ടോ. ഇത് ഞാൻ 3 ലിറ്റർ വലിപ്പമുള്ള കുക്കറാണ് എടുത്തത്. ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ടോ മീതെന്ന് ചോറൊക്കെ മാറ്റി വയ്ക്കാം. എന്നാലേ നമുക്ക് മസാല എടുക്കാൻ പറ്റുള്ളൂ. കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മസാല എടുക്കാൻ നോക്കിയാൽ ചോറൊക്കെ ചിലപ്പോൾ ഉടഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് മീതിൽ നിന്ന് റൈസ് എടുത്ത് മാറ്റിയതിന് ശേഷം മസാല എടുക്കാം. ഇപ്പം ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല മണമൊക്കെയാണ് വരുന്നത് കേട്ടോ. കുക്കർ തുറന്ന ഉടനെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉരുക്കിയ നെയ്യ് മീതയിൽ തൂവിയതിന് ശേഷം ചോറൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റോട്ട് മാറ്റിയാലും മതി കേട്ടോ. അപ്പോൾ ചോറ് മാറ്റിയതിന് ശേഷം ഞാനിപ്പോൾ മസാലയാണ് മാറ്റുന്നത്. ബീഫൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ മസാല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല മണമൊക്കെയാണ് വരുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ചിക്കനിലും ചെയ്യാം. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്ത അണിയനും കശുവണ്ടിയും കിസ്മസൊക്കെ വെച്ച് അലങ്കരിക്കാം. അപ്പോൾ കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, വളരെ എളുപ്പമാണെന്ന്. ഒരു പ്രയാസമില്ല. നമുക്ക് അടിപൊളിയായിട്ട് കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ദം ചെയ്തുണ്ടാക്കുന്ന ബിരിയാണി പോലെ തന്നെയാണ് ചോറൊക്കെ ഇരിക്കുന്നത്. ഒട്ടും വെന്തു ഉടഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. പിന്നെ ഇതിലെ എണ്ണയും ഗീയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. ഡാൽഡ ചേർക്കുന്നവർക്ക് അത് ചേർക്കാവുന്നതാണ് കേട്ടോ. ഈ ബിരിയാണിയുടെ കൂടെ തൈര് ചേർത്ത സാലഡ്, പപ്പടം, അതുപോലെ ഈന്തപ്പഴ അച്ചാറൊക്കെ കൂട്ടി കഴിച്ചാൽ വളരെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പ്രാവശ്യത്തെ പെരുന്നാളിന് ഈ കുക്കർ ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.